ഇന്ന് രാത്രിയിലെ നമ്മുടെ ദൈവവചന ചിന്തകൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ യേശു അധികാരം കൊടുത്തു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരാഴ്ച മുമ്പ് വരെ ഈ ഗ്രൗണ്ട് വലിയൊരു മൺകൂനയായി, ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വനമായി, ഒരു പക്ഷേ പല ക്ഷുദ്രജീവികളും, അപ്പോൾ തന്നെ പകൽ ദിനങ്ങളിൽ പല അനാശ്വാസ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു എന്ന്. എന്നാൽ ഒരു സുവിശേഷ പ്രസംഗം ഇവിടെ നടത്തണമെന്ന് ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ തോന്നിയപ്പോൾ അപ്രകാരമുള്ള മൺകൂനകൾ ഇവിടുന്ന് മാറി, ഇവിടുത്തെ ക്ഷുദ്രജീവികൾ ഇവിടുന്ന് ഓടി, ഇവിടെ നടന്നിരുന്ന അനാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്ന് എവിടെയൊക്കെ മാറ്റപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സുവിശേഷ പ്രഭാഷണമായിരുന്നു എന്നുള്ളത് സാന്ദർഭികമായി ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇന്നു രാത്രിയിലും ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷ നിമിത്തം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അവൻ്റെ പാപത്തിൻ്റെ കറ പാടെ മാറ്റി അവനെ വിശുദ്ധനാക്കി മനോഹരമായി ഇതുപോലെ ഈ വെളിച്ചവും ഇവിടെ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളും എത്ര മനോഹരമായിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് ഇത് ആർക്കും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത നിലയിലായിരുന്നു. എന്നാൽ ഇതിന്ന് സ്വപ്നമായി യാഥാർത്ഥ്യമായി ഇവിടെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, യേശുവിൻ്റെ സുവിശേഷം എവിടെയൊക്കെ ചെല്ലുന്നുണ്ടോ, ഏതെല്ലാം ഭവനത്തിൽ കടന്നു ചെല്ലുന്നുണ്ടോ, ഏതെല്ലാം ഹൃദയത്തിൽ കടന്നു ചെല്ലുന്നുണ്ടോ, അവിടുത്തെ സ്ഥിതിക്ക് മാറ്റം വരും. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നാം വായിച്ച വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വിശദീകരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട്, സമയത്തിൻ്റെ പര്യാപ്തത മുമ്പിൽ ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ ആകുക. ദൈവമക്കളാകണമെങ്കിൽ പ്രധാനമായ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, യേശുവിനെ കൈക്കൊള്ളണം അഥവാ സ്വീകരിക്കണം. 2, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അങ്ങനെ യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന 6 അനുഗ്രഹങ്ങൾ, ഇതെല്ലാം കൂടെ എനിക്ക് ലഭിച്ച സമയത്തിൻ്റെ പരിധിയിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാൻ്റെ സുവിശേഷം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 1-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് ചില കുറിപ്പുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ 1-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ച് യോഹന്നാൻ്റെ 1-ാമത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് യേശു വചനമാണ് എന്നുള്ള ചിന്തയാണ്. 2-ാമത്തെ യോഹന്നാൻ്റെ ചിന്ത എന്ന് പറയുന്നത് സകലവും അവൻ മുഖാന്തരമുള്ളവായി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സൃഷ്ടാവാണ് യേശു ക്രിസ്തു എന്ന് യോഹന്നാൻ അടിയര വിട്ട് പറയുന്നു. ഇന്ന് രാത്രി യേശു സൃഷ്ടാവായതുകൊണ്ട് ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ദേഹം ദേഹി ആത്മാവിൽ എന്തെങ്കിലും ഒരു പണി നടക്കണമെന്നുണ്ടെങ്കിൽ സൃഷ്ടിച്ച ദൈവത്തിന്, ഈ സൃഷ്ടാവായ ദൈവത്തിന് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ എവിടെയാണ് കേടെന്ന് മനസ്സിലാക്കി, അത് ശാരീരിക രോഗമാണെങ്കിൽ, അത് മാനസിക രോഗമാണെങ്കിൽ, അത് ആത്മീക രോഗമാണെങ്കിൽ അതിന് മാറ്റം തരുവാൻ സൃഷ്ടാവായ യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യോഹന്നാൻ വരച്ചു കാണിക്കുന്നു, യേശു സൃഷ്ടാവാണ്.
അതുകൊണ്ടും തീർന്നില്ല. യോഹന്നാൻ താഴേക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ യേശുവിനെ കുറിച്ച് അവിടെ പറയുന്നത് അവൻ ജീവനുണ്ടായിരുന്നു. അപ്പോൾ യേശുവാണ് ജീവനെന്ന് യോഹന്നാൻ പങ്കുവയ്ക്കുന്നു. അവിടെ കൊണ്ടും തീർന്നില്ല. യേശു വെളിച്ചമാണെന്ന്, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നു. അപ്പോൾ നാലാമത് യേശു വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിലുള്ള ജനത്തിന് വെളിച്ചം പകരുന്നവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇരുട്ടിലിരുന്ന ജനം വലിയ ഒരു വെളിച്ചം കണ്ടു. കഴിഞ്ഞ ചില ദിവസങ്ങൾ വരെ ഇത് വളരെ ഇരുട്ട് നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. എന്നാൽ ഇരുട്ട് നിറഞ്ഞ പ്രദേശത്ത് ഇത്രമാത്രം പ്രകൃതിയുടെയും അല്ല നമ്മുടെയും പ്രവൃത്തി മുഖാന്തരം ഇത്രമാത്രം വെളിച്ചവും സജ്ജീകരണങ്ങളും ഇവിടെ ഉളവാക്കാൻ സാധിച്ചെങ്കിൽ, ലോകത്തിന്റെ വെളിച്ചമായ യേശു ഒരുവനിലേക്ക് കടന്നു വരുമ്പോൾ അവന്റെ ഇരുട്ട് മാറി അവൻ ഏറ്റവും വെളിച്ചമുള്ളവനായി മാറ്റപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തീർന്നില്ല. യോഹന്നാൻ പറയുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യേശുവിനെ പിടിച്ചടക്കാൻ ഈ ഉലകത്തിലുള്ള ഒന്നിനും സാധ്യമല്ലായിരുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇരുളിന് അവനെ പിടിച്ചടക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല, മരണത്തിന് യേശുവിനെ പിടിച്ചടക്കാൻ പറ്റിയില്ല. പാപത്തിന് യേശുവിനെ പിടിച്ചടക്കാൻ പറ്റിയില്ല. മതത്തിന് യഹൂദ മതത്തിന് യേശുവിനെ പിടിച്ചടക്കാൻ പറ്റിയില്ല. റോമൻ മുദ്രയ്ക്ക് യേശുവിനെ പിടിച്ചടക്കാൻ പറ്റിയില്ല. കല്ലറയ്ക്ക് യേശുവിനെ പിടിച്ചടക്കാൻ പറ്റിയില്ല. പടയാളികൾക്ക് യേശുവിനെ പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ഈ ഉലകത്തിലുള്ള ഒന്നിനും യേശുവിനെ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിലോ ഞങ്ങൾ യേശുവിനെ ഈ പട്ടണത്തിൽ ഉയർത്തുന്നത്. യോഹന്നാൻ ഇങ്ങനെ യേശുവിനെ പരിചയപ്പെടുത്തിയിട്ട് സർവ്വലോകത്തോടും വിളിച്ചു പറയുന്നു, ഈ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുമാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഐ ആം സേയിങ്സ്, ഞാൻ ആരാകുന്നു എന്ന് യേശു പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശുവിന്റെ അവകാശവാദങ്ങൾ: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ പുനരുത്ഥാനമാകുന്നു, ഞാൻ ഇടയനാകുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്നിങ്ങനെ യേശുക്രിസ്തുവിന്റെ അവകാശവാദങ്ങൾ ഓരോന്നായി യോഹന്നാൻ പറഞ്ഞ് ഇപ്രകാരം യേശുവിനെ തുലനം ചെയ്യുവാൻ, യേശുവിന് തുല്യനായി ഈ ലോകത്തിൽ ആരുമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ട് നമ്മളോട് പറയുകയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്തുകൊണ്ട് നമ്മൾ ദൈവമക്കളാകണം? എന്നോടിപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, നീ ആരുടെ മകനാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ എബ്രഹാം ജോസഫിൻ്റെ മകനാണ്. ഇവിടെ ഇരിക്കുന്ന ഷാജു പാസ്റ്ററോട് ചോദിച്ചാൽ ഷാജു പാസ്റ്റർ പറയും, കണ്ണന്താനത്ത് വർഗീസിൻ്റെ മകനാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ എല്ലാവർക്കും പറയാനുണ്ട് ഞാൻ ആരുടെ മകനാണെന്ന്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ രണ്ട് തരത്തിലുള്ള മക്കളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ രണ്ട് തരത്തിലുള്ള മക്കളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാന്റെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. 10-ാം വാക്യം, ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നോക്കുക, വിശുദ്ധ വേദപുസ്തകം രണ്ട് തരത്തിലുള്ള മക്കളെ കുറിച്ചാണ് വിവക്ഷിക്കുന്നത്. ഒന്നാമത്തെ മക്കൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കൾ. അവരെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവർ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യാത്തവൻ ദൈവത്തിന്റെ മകളാകുന്നു. എന്നാൽ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മക്കളാകുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുമ്പോൾ, ഈ ഉലകത്തിൽ രണ്ട് തരത്തിലുള്ള മക്കളെ ഉള്ളൂ.
ഒന്നെങ്കിൽ നിങ്ങൾ പിശാചിന്റെ മക്കളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ഇന്ന് രാത്രി എൻ്റെ ചോദ്യം, നിങ്ങൾ ആരുടെ മക്കളാണ്? പിശാചിന്റെ മക്കളെ എങ്ങനെ തിരിച്ചറിയാം? പിശാചിന്റെ മക്കളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ വായിച്ച വേദഭാഗത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പാപം ചെയ്യുന്നവനാണ് പിശാചിന്റെ മകൻ. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും പിശാചിന്റെ മക്കളാണെന്ന് ഞാൻ പറഞ്ഞതല്ല, അസന്നിഗ്ധമായി വിശുദ്ധ വേദപുസ്തകം പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പിശാചിന്റെ മകനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പാപം? വിശുദ്ധ വേദപുസ്തകം പഴയ പുതിയ നിയമങ്ങൾ പാപത്തെക്കുറിച്ച് ഒറ്റ ഡെഫിനിഷനാ പ്രധാനമായി പറയുന്നത്. ലക്ഷ്യം തെറ്റി ജീവിക്കുന്നവൻ, ലക്ഷ്യം പിഴച്ച് ജീവിക്കുന്നവൻ. പാപം എന്നുള്ള പദത്തിന് അതിൻ്റെ മൂല വാക്കിൽ കൊടുത്തിട്ടുള്ള അർത്ഥം, ഒരു മനുഷ്യൻ ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് അവനെ ഈ ഭൂമിയിൽ വെച്ച് ദൈവമകനാക്കി അവന് നിത്യത സ്വർഗം ലഭ്യമാക്കണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട് നിത്യനരകത്തിലേക്ക് ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്നു. അങ്ങനെ ലക്ഷ്യം തെറ്റി യാത്ര ചെയ്യുന്ന മനുഷ്യന് ബൈബിൾ പറയുന്നു അവനാണ് പിശാചിന്റെ മകൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് പാപം? പാപത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ പാപത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു ലംഘനം ചെയ്യുന്നതാണ് പാപം. രണ്ടാമത് പാപത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, റോമാലേഖനം അതിന്റെ 6-ാം അധ്യായം 8-ാം വാക്യം, ദൈവത്തോടുള്ള ശത്രുത്വം പാപമാകുന്നു. അതുകൊണ്ടും തീർന്നില്ല, പാപത്തെക്കുറിച്ച് ഇപ്രകാരം വായിച്ച യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, പാപം ചെയ്യുന്നവൻ അധർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ അധർമ്മമാണ് പാപം, അനീതിയാണ് പാപം, ദുഷ്ടചിന്തയാണ് പാപം, മഹാദോഷമാണ് പാപം എന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പറയുമ്പോൾ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരോട് വളരെ ആത്മാർത്ഥമായി പറയാം, പിശാചിന്റെ മകൻ എന്ന് പറയുന്നത് പാപം ചെയ്ത് ജീവിക്കുന്നവനാണെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. ബൈബിളിൽ നിന്ന് ഞാൻ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്കൊന്ന് വന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൻ്റെ പേരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് വിദേശികൾ ഇവിടെ വന്നപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ഇവിടുത്തെ പ്രകൃതി രമണീയമായ അനുഭവങ്ങൾ കണ്ട്, ഇവിടുത്തെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങൾ കണ്ട്, ഇവിടുത്തെ മനോഹരമായ സംസ്കാരം കണ്ട്, ഇവിടെയുള്ള എല്ലാം മനോഹരമാണെന്ന് കണ്ട്, ഇവിടെയുള്ള അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന സായിപ്പന്മാർ പറഞ്ഞു കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്രം ഒരു സർവേ നടത്തി. ആ സർവേ നടത്തിയപ്പോൾ ആ പത്രത്തിൽ സർവേ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അവർ കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്, കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി ബട്ട് ഡെവിൾ സൺസ് ആർ ലിവിംഗ് ഹിയർ. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാ, പക്ഷേ പിശാചിന്റെ മക്കളാ ഈ കേരളത്തിൽ താമസിക്കുന്നത്. അതെന്താ പത്രം അങ്ങനെ പറയാൻ കാരണം? ഏറ്റവും കൂടുതൽ ഭാരതത്തിൽ മദ്യപന്മാരുള്ള സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടും തീർന്നില്ല, ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടും തീർന്നില്ല, ഏറ്റവും കൂടുതൽ കുടുംബ കോടതികളുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ടും തീർന്നില്ല, ഏറ്റവും കൂടുതൽ പോസ്കോ കേസുകളുള്ളത് കേരളത്തിലാണ്. അതുകൊണ്ടും തീർന്നില്ല, ഓരോ ദുഷ്പ്രവണതകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ മിക്കതിലും ഒന്നാം സ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പത്രം പ്രഖ്യാപിച്ചു കേരളം പിശാചിന്റെ മക്കളുടെ നാടാണെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരോട്, ദൂരത്ത് നിന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരോട്, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കൊടുക്കുന്ന പ്രിയമുള്ളവരോട്, മദ്യത്തിന്റെ ആസക്തിയിൽ ജീവിക്കുന്ന പ്രിയമുള്ളവരോട് വളരെ സ്നേഹത്തോടെ വളരെ ആത്മാർത്ഥതയോടെ പറയട്ടെ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രക്കട്ടിങ്, ഈ കഴിഞ്ഞ ശനിയാഴ്ചത്തെ പത്രക്കട്ടിങ്, അനുജൻ ജ്യേഷ്ഠനെ കൊലപ്പെടുത്തി ജീവനോടെ കുഴിച്ചിട്ടു. സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ്.
ഇവിടെ തൊട്ടടുത്ത സ്ഥലം ചേർപ്പ്. 27 വയസ്സ് പ്രായമുള്ള ബാബു എന്ന് പറയുന്ന സഹോദരനെ തൻ്റെ സ്വന്തം സഹോദരൻ സാബു കഴിഞ്ഞ ദിവസം കൊന്നു. എന്താ കൊന്നത്? പത്രത്തിൻ്റെ കട്ടിങ്ങോടുകൂടി ഞാൻ പറയുന്നത്. മദ്യപിച്ച് വീട്ടിലെത്തുന്ന ബാബു ദിവസവും അമ്മയെ മർദ്ദിക്കുമായിരുന്നു. അമ്മയെ ദിവസവും മർദ്ദിക്കുന്നത് കണ്ട ബാബു, അത് കണ്ട ആ സഹോദരൻ ഏതോ തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സമയത്ത് തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് തൻ്റെ സഹോദരനെ അടിച്ചു. തൻ്റെ സഹോദരൻ അടികൊണ്ട് നിലത്തു വീണു. മരിച്ചുപോയെന്നാ വിചാരിച്ചത്. അടിച്ചത് കൊല്ലാൻ വേണ്ടിയല്ല, അമ്മയെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, അമ്മയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അടിച്ചത്. എന്നും മദ്യപിച്ച് മതോന്മത്തനായി ഭവനത്തിൽ വന്ന് അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട ആ മകന് തൻ്റെ സ്വന്തം സഹോദരനാണെന്ന് പോലും നോക്കാൻ അവധി കൊടുക്കാതെ കയ്യിൽ കിട്ടിയ വടിയെടുത്ത് ആ സ്വന്തം ജ്യേഷ്ഠനെ ഒരു അടി കൊടുത്ത് മരിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ മരിച്ചതുപോലെ താൻ കിടന്നതുകൊണ്ട് തന്നെ എടുത്ത് ഒരു കുഴിയുണ്ടാക്കി ആ അമ്മയും കൂടി ഇരുവരും ചേർന്ന് കുഴിച്ചിട്ടു. അതിനുശേഷം ബാബുവിനെ കാണുന്നില്ലെന്ന് പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് അടുത്തുള്ള പറമ്പിൽ ബാബുവിനെ കുഴിച്ചിട്ടത് അവർ കണ്ടത്. ബാബുവിനെ കുഴിച്ചിട്ടത് കണ്ട് ആ കുഴിമാടം തോണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ മനസ്സിലായത് ബാബുവിനെ അടിച്ചപ്പോൾ ബാബു മരിച്ചില്ലായിരുന്നു. ബാബു കുഴിയിൽ കിടന്ന് ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ഞാൻ ഈ ഉദാഹരണം ഇന്ന് രാത്രി ഈ പട്ടണത്തിൽ വിളിച്ചു പറഞ്ഞതിന് കാരണമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സ്ഥലമാണ് ചേർപ്പെന്ന് പറയുന്നത്. ഇത് ചേർപ്പിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല, നമ്മുടെ ചുറ്റുപാടുകളും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഭവനത്തിൻ്റെ അത്താണിയായി തീരേണ്ട, ഭവനത്തിൽ ഏറ്റവും അനുഗ്രഹീതരായി തീരേണ്ട മക്കൾ, അവരുടെ ഇന്നത്തെ സ്ഥിതി എന്താ? അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിക്കുന്ന ഒരു കാലമല്ലേ ഇത്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് കഞ്ചാവാണെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു. ഏകദേശം 300 കിലോ കഞ്ചാവാണ് ഈ കൊരട്ടിയിൽ നിന്ന് ഒരു മാസം മുമ്പ് പോലീസ് പിടിച്ചത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടുകാർ അരിയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിച്ചോ? നമ്മുടെ നാട്ടുകാർ ഇപ്പോൾ കഞ്ചാവാണോ ഭക്ഷിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും. എനിക്കറിയാം, ശക്തൻ സ്റ്റാൻഡിലാണ് ഈ തൃശ്ശൂർ ജില്ലയിലേക്ക് വിവിധ കോളേജുകളിലേക്ക് ഇവിടെ നിന്നാണ് കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ മദ്യപാനത്തിന്റെ ആസക്തിയിലും കഞ്ചാവിന്റെ ആസക്തിയിലും പുകയിലയുടെ ആസക്തിയിലും ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളിലൂടെ ഈ സമൂഹം ഒരു ശാപത്തിലേക്കാണ് കടന്നു പോകുന്നത്. അത് പാപത്തിന്റെ പരിണിത ഫലമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നു, യേശുവിന് മാത്രമേ നിങ്ങളെ വിടുവിക്കാൻ സാധിക്കുകയുള്ളൂ. കള്ളുഷാപ്പിൽ കേറരുതേ, ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും, അതുകൊണ്ട് കള്ളുഷാപ്പിൽ കേറരുതേ, ചാരായം കുടിക്കരുതേ, കഞ്ചാവ് വലിക്കരുതേ, പാൻ മസാല ചവയ്ക്കരുതേ,
ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും. അതുകൊണ്ട് എന്റെ പൊന്നു ചേട്ടാ, കള്ളുഷാപ്പിൽ കേറരുതേ. ഷാപ്പിൽ കയറി കുടിച്ചു, വേലി പിടിച്ചൊടിച്ച്, പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടടച്ച്. ഷാപ്പിൽ കയറി കുടിച്ചു, വേലി പിടിച്ചൊടിച്ച്, പോലീസുകാർ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടടച്ച്. എടുവോളം മുതുകത്തിടിക്കുമെന്നതുകൊണ്ട് കള്ളുഷാപ്പിൽ കേറരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും. അതുകൊണ്ട് കള്ളുഷാപ്പിൽ കേറരുതേ. കുട്ടിക്കാലത്ത് കുഞ്ഞിനിട്ടവള എന്നാൽ തട്ടിച്ചു കൊണ്ടുപോയി കിട്ടും വില വാങ്ങിച്ച്. കുട്ടിക്കാലത്ത് കുഞ്ഞിനിട്ടവള എന്നാൽ തട്ടിച്ചു കൊണ്ടുപോയി കിട്ടും വില വാങ്ങിച്ച്. കോട്ടെ മുല്ലെന്നു ചൊല്ലി മട്ടിതു തുടങ്ങി. കഷ്ടമാണ്, അതുകൊണ്ട് കള്ളുഷാപ്പിൽ കേറരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും. അതുകൊണ്ട് കള്ളുഷാപ്പിൽ കേറരുതേ. എത്ര നല്ല പണക്കാരിൽ പലരും ഈ ഉലകിൽ ഇത്ര വേഗം ദരിദ്രരായി തീർന്നതെന്നോർക്കുകിൽ. മാത്ര പോലും കുടിക്കാതെ കുരിശിന്റെ ചുവട്ടിൽ സൂത്രമെല്ലാം കളഞ്ഞു നീ വരിക ഈ സമയം. കള്ളുഷാപ്പിൽ കേറരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും. അതുകൊണ്ട് കള്ളുഷാപ്പിൽ കേറരുതേ. ധനം നശിച്ചിടും, മാനക്കേട് ഭവിച്ചിടും. അതുകൊണ്ട് കള്ളുഷാപ്പിൽ കേറരുതേ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്ന പിശാചിന്റെ മകനെ ദൈവമകനാക്കുവാൻ ഈ ഉലകത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള സന്ദേശം. അങ്ങനെ പാപം ചെയ്യുന്ന മകൻ അവൻ്റെ ജീവിതത്തിൻ്റെ ശൈലി മാറ്റി അവനെ ദൈവത്തിൻ്റെ മകനാക്കി തീർക്കാൻ, അവൻ്റെ ദൈവത്തിൻ്റെ മകനാകാൻ എന്താണ് ഒരു മാർഗം? ദൈവമകനാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ദൈവമകനാകണമെങ്കിൽ അവൻ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, അവൻ യേശുവിനെ കൈക്കൊള്ളണം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനാണ് ദൈവമകനാകുന്നത്. പിശാചിന്റെ മകനിൽ നിന്ന് ദൈവമകനിലേക്ക് ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നത്. അതിനൊന്നാമത് ചെയ്യേണ്ടത് അവൻ യേശുവിനെ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കേണ്ടത്? യേശുവിനെ സ്വീകരിക്കാതെ വേറൊരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ പാപമോചനത്തിന്
ഒരു മനുഷ്യൻ ദൈവമകനായി തീരണമെങ്കിൽ അവന് യേശുവിനെ മാത്രം അംഗീകരിച്ചും സ്വീകരിച്ചും മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ യേശുവിനെ ആരായിട്ട് സ്വീകരിക്കണം? ഒന്നാമത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ടാമത് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം. മൂന്നാമത് യേശുവിനെ രാജാവായി സ്വീകരിക്കണം. ഒരിക്കൽ കൂടെ പറയാം, യേശുവിനെ ഒരു മനുഷ്യൻ സ്വീകരിക്കേണ്ടത് ഒന്നാമത് രക്ഷകനായി സ്വീകരിക്കണം, രണ്ടാമത് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം, മൂന്നാമത് യേശുവിനെ രാജാവായി സ്വീകരിക്കണം. ഇത് എല്ലാം വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് അതിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം ഒരു മനുഷ്യൻ. എന്താ ഈ രക്ഷ എന്ന് പറഞ്ഞാൽ? രക്ഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. അപ്പൊ എന്താണ് മനുഷ്യനുണ്ടായ ശിക്ഷ? ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ എന്നോട് നിങ്ങൾ ചോദിക്കുന്നതായിട്ട് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. എന്താണ് രക്ഷ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, എന്തായിരുന്നു ശിക്ഷ? വിശുദ്ധ വേദപുസ്തകം മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന 5 ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒന്നാമത്തെ മനുഷ്യന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമായിരുന്നു. രണ്ടാമത് പാപം മുഖാന്തരം ഉണ്ടായ ശിക്ഷ എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ശാപമാണ്. നമുക്കറിയാം, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത സകല മനുഷ്യന്റെ മേലും ശാപത്തിന്റെ ശിക്ഷ കിടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഒരുപക്ഷെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. കുടുംബജീവിതം തകർന്ന് തരിപ്പണമായ ഒരു വ്യക്തിയായിരിക്കാം. ചില ശാരീരിക രോഗങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ ചില ശാപങ്ങൾ നിങ്ങളെ പിന്തുടരുമെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പറയുന്നു. മനുഷ്യൻ ശാപഗ്രസ്തനായി തീരാനുള്ള പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ പാപമാണ്. പാപത്തിന്റെ ശിക്ഷയായ 1 മരണം, 2 ശാപം, 3 മനുഷ്യന്റെ പാപം മുഖാന്തരം ഉണ്ടായത് മനുഷ്യനെ നിത്യം നരകത്തിലേക്ക്, ആ ശിക്ഷയിലേക്ക് മനുഷ്യൻ നമിച്ചു എന്നുള്ളതാണ്. അപ്പോ മനുഷ്യന്റെ ശിക്ഷ 1 മനുഷ്യൻ മരണം, 2 ശാപം, 3 മനുഷ്യന്റെ ജീവിതത്തിൽ നരകത്തിനടിമയായി. മാത്രമല്ല മനുഷ്യന്റെ ജീവിതത്തിലെ പാപം മുഖാന്തരമുള്ള അടുത്ത ശിക്ഷ എന്ന് പറയുന്നത് ദൈവകോപം. അതുകൊണ്ടും തീർന്നില്ല, പിശാചിന്റെ അടിമത്വം. ഈ 5 ശിക്ഷകൾക്ക് മനുഷ്യൻ പാത്രീഭൂതനായി തീർന്നു. ഈ മനുഷ്യന്റെ ശിക്ഷയാകുന്ന ഈ മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന്, ദൈവകോപത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് അവന്റെ സ്വയപ്രയത്നങ്ങൾ കൊണ്ട് അവന് രക്ഷപ്പെടുവാൻ സാധിക്കാതിരുന്നപ്പോൾ 2020 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഇപ്രകാരമുള്ള ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി രക്ഷിതാവായി ഈ ഭൂമിയിൽ അവതരിച്ച ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ചില ആളുകൾ രക്ഷ നേടാനായിട്ട്, മോക്ഷം നേടാനായിട്ട് പല സൽപ്രവർത്തികൾ ചെയ്യാറുണ്ട്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ, സൗഖ്യമില്ലാതെ കിടക്കുന്നവരെ ശുശ്രൂഷിച്ചാൽ, അവർക്ക് പണം കൊടുത്താൽ രക്ഷ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സൽപ്രവർത്തികൾ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, സൽപ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ഒരു മനുഷ്യന്റെ പാപത്തിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കില്ല. 2 ചില ആളുകൾ
രക്ഷ നേടാൻ വേണ്ടിയിട്ട് മതങ്ങളിൽ വിശ്വസിക്കാറുണ്ട്. മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം ഉള്ളിൽ വന്നപ്പോൾ, ഏതെങ്കിലും രീതിയിൽ അതിൽ നിന്ന് രക്ഷ നേടണമെന്നുള്ള ആഗ്രഹം മനുഷ്യന് വന്നപ്പോൾ, മനുഷ്യൻ്റെ ഉള്ളിൽ അങ്കുരിച്ച ആശയങ്ങളുടെ ബഹിർഗമനമാണ് മതങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മതങ്ങളിലൂടെ ഒരു മനുഷ്യനും രക്ഷ നേടാൻ സാധിക്കില്ല. മതങ്ങൾ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങൾ, ചില ആളുകൾ പറയുന്നു രക്ഷ നേടാൻ മരിച്ചു കഴിഞ്ഞ് ആ മനുഷ്യനു വേണ്ടി എന്തെങ്കിലും അർപ്പണങ്ങൾ നടത്തിയാൽ, എന്തെങ്കിലും പ്രാർത്ഥന നടത്തിയാൽ അവന് രക്ഷ നേടുമെന്ന് ചിലർ പഠിപ്പിക്കുന്നുണ്ട്, ചിലർ വ്യാമോഹിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടോ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടോ മനുഷ്യനെ പാപമോചനം, മനുഷ്യൻ്റെ ശിക്ഷയിൽ നിന്നുള്ള രക്ഷ ലഭ്യമാകാനിടയായി തീരുകയില്ല. മറ്റു ചില ആളുകൾ പറയുന്നു ത്യാഗജീവിതത്തിലൂടെ, സന്യാസ ജീവിതത്തിലൂടെ പലതും വേണ്ട എന്ന് വെച്ച് അതിലൂടെ രക്ഷ നേടാൻ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, അതും നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് രക്ഷ മനുഷ്യന് ലഭിക്കുകയില്ല. രക്ഷ നേടാൻ സൽപ്രവൃത്തി ചെയ്തതുകൊണ്ടോ, പണം മുടക്കിയതുകൊണ്ടോ, പുണ്യസ്ഥലം സന്ദർശിച്ചതുകൊണ്ടോ, പുണ്യനദിയിൽ മുങ്ങിയതുകൊണ്ടോ, ഏതെങ്കിലും നേർച്ച കാഴ്ചകൾ കഴിച്ചതുകൊണ്ടോ, ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തതുകൊണ്ടോ, എന്തെങ്കിലും പ്രാർത്ഥന കഴിച്ചതുകൊണ്ടോ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യന് രക്ഷ കിട്ടുകയില്ല. രക്ഷ കിട്ടുവാൻ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. മാനവജാതിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിലൂടെ മാത്രമേ മനുഷ്യന് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നോട് ആരും പിണങ്ങരുത്. ഞാൻ വളരെ ലളിതമായ സുവിശേഷ തഥ്യമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയുന്നു? 5 സാക്ഷികളെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. രക്ഷ യേശുവിലാണെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി പറയുന്ന 5 സാക്ഷ്യങ്ങൾ. ഒന്ന് ദൂതന്റെ സാക്ഷ്യമാണ്. യേശു ജനിക്കുന്നതിന് മുമ്പ് മറിയുടെ അടുത്ത് ദൂതൻ വന്ന്, മത്തായി സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഇങ്ങനെ മറിയോട് പറഞ്ഞു, അവൾ ഒരു മകനെ പ്രസവിക്കും. ജോസഫിനോടാണ് പറയുന്നത്, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൻ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ വിളിക്കണം. ഒന്ന് ദൂതന്റെ സാക്ഷ്യം. യേശുവിന്റെ ജനനത്തിന് മുമ്പ് ദൂതൻ പറഞ്ഞു, അവൻ മനുഷ്യനെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനായിരിക്കുന്നത് കൊണ്ട്. യേശു എന്ന് പറഞ്ഞാൽ അർത്ഥം രക്ഷികൻ, രക്ഷിതാവെന്ന. അതുകൊണ്ട് ആ മകൻ ഒരു പേരിടണം, അവന് യേശു എന്ന് പേരിടണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വെറുതെ പറയുകയല്ല, യേശു രക്ഷകനാണെന്ന് ഞങ്ങൾ ഉറക്കെ പറയുന്നതിന്റെ കാരണം ഒന്നാമത്തെ സാക്ഷ്യം അത് ദൂതന്റെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം അത് മറ്റാരുടെയുമല്ല, അത് പത്രോസിന്റെ സാക്ഷ്യമാണ്. ഒന്നാമത്തെ പോപ്പെന്ന് എല്ലാവരും പറയുന്ന പത്രോസ് തൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക അവസ്ഥയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ അന്നത്തെ റോമാമതം ശക്തമായി എഴുന്നേറ്റ് നിന്ന് ഇനി യേശുവിൻ്റെ നാമത്തിൽ മിണ്ടരുത് എന്നവരോട് അമർച്ചയായി കൽപ്പിച്ച് അവരെ ഉപദ്രവിച്ച് അവരെ പല കാര്യങ്ങൾ ചെയ്ത് വിട്ടയക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവരെ ശാസിച്ച, അവരെ ഭയപ്പെടുത്തിയ ആ റോമൻ ചക്രവർത്തിമാരുടെ മുമ്പിൽ നിന്നുകൊണ്ട്, മതപുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് യാതൊരു ശങ്കയുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ, യാതൊരു ആശങ്കയുമില്ലാതെ ഇങ്ങനെ താൻ വിളിച്ചു പറഞ്ഞു,
മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ഏകനാമം. പല നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമല്ല, പല നാമങ്ങളുടെ കൂട്ടത്തിൽ ഒരു നാമമല്ല, പല ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവമല്ല, പല രക്ഷകന്മാരുടെ കൂട്ടത്തിൽ ഒരു രക്ഷകനല്ല. പത്രോസ് വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ ഒരുമിച്ച് ഈ പട്ടണത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു, ഈ പട്ടണത്തിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു, മാനവജാതിയുടെ പാപത്തിന് ഈ ഉലകത്തിൽ വേറെ ഒരു രക്ഷകനുമില്ല, യേശു എന്ന ഒരേ ഒരു രക്ഷകൻ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനത്. ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും ഇത് വിശ്വസിക്കുന്നില്ലെന്ന്. അപ്പോ പത്രോസിന്റെ സാക്ഷ്യം ഇനി അതുകൊണ്ട് തീർന്നില്ല. യോഹന്നാന്റെ സാക്ഷ്യം 1 യോഹന്നാൻ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം അല്പം കൂടെ വ്യക്തവും ശക്തവുമായിട്ട് അവിടെ യോഹന്നാൻ പറയുന്നു. 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. ആ പദം ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ലോക രക്ഷകനാണ്. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായിട്ട് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ടു സാക്ഷ്യം പറയുന്നു. 4:14 പിതാവ് പുത്രനെ ലോകരക്ഷകനായിട്ട്, അതെ, ലോകരക്ഷിതാവായിട്ട് ഒരുവൻ ഈ ഉലകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമാണ്. ഏകരക്ഷകൻ, ലോകരക്ഷകൻ. യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ, യേശു ക്രിസ്തു മാത്രമാണ് ലോകരക്ഷകൻ. അതുകൊണ്ടും തീർന്നില്ല. യേശുവിൻ്റെ സാക്ഷ്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. യേശു ഇങ്ങനെയാ പറഞ്ഞത്: ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഭൂമിയെ വിധിപ്പാനല്ല, മറിച്ച് ഭൂമിയെ രക്ഷിപ്പാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. നോക്കൂ, ഇന്ന് രാത്രി വളരെ സ്നേഹത്തോടെ, വളരെ ആത്മാർത്ഥതയോടെ, വളരെ താഴ്മയോടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരോട് പറയട്ടെ, ആ തെരുവിൽ നിൽക്കുന്ന പ്രിയ സ്നേഹിതരോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ പാപം മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിങ്ങൾ അന്യപ്പെട്ട്, സമൂഹത്തിൽ ഒറ്റപ്പെട്ട്, കുടുംബത്തിൽ ഒറ്റപ്പെട്ട്, മരണത്തെക്കുറിച്ച് ചിന്തിച്ച്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച്, ഞാൻ ഒറ്റയാണ്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നോട് നല്ല വാക്ക് പറയാൻ ആരുമില്ല, ഞാൻ എല്ലാവരാലും തള്ളപ്പെട്ടവനാണ് എന്നുള്ള ചിന്തയോടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആർക്കും നിന്നെ വേണ്ടെങ്കിൽ നിന്നെ ഒരുവന് വേണം, നിന്നെ ഒരുവൻ ആവശ്യമുണ്ട്. ലോകരക്ഷകനായ, ഏകരക്ഷകനായ നിനക്ക് വേണ്ടി ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. പ്രിയ സ്നേഹിത, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ യേശു നിന്നെ തേടിയത് കൊണ്ട് ഈ യോഗം നിനക്ക് വേണ്ടി ഇവിടെ വെച്ചത്. ആ യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാതിരിക്കാൻ തരമില്ല. ഇവിടെ നിരാശനായ ആരോ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലകളും അടഞ്ഞ് എനിക്കിനി പോകാനൊരു വഴിയില്ല, എന്റെ ജീവിതം ഇവിടെ തീരുകയാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന സ്നേഹിത, നിന്നോടാ ഞാൻ പറയുന്നത്, യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ തേടിയ 2020 വർഷം മുമ്പ് സ്വർഗത്തിൽ നിന്ന് ഈ താണഭൂമിയിലേക്ക് വന്നത്. ഇന്ന് രാത്രി ഈ പണം മുഴുവൻ മുടക്കി ഈ യോഗം ഇവിടെ വെച്ചത് സ്നേഹിത നിനക്ക് വേണ്ടിയാ.
എനിക്കറിയില്ല ആരോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു. നിന്റെ ജീവിതം തീർന്നിട്ടില്ല. നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കാറായിട്ടില്ല. നിന്റെ ജീവിതത്തിന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, നിന്റെ ജീവിതത്തെ പണിയുന്ന യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ തേടി വരുന്നു. ഒരിക്കൽ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും അടഞ്ഞു എന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ, അവനൊരു ഉദ്യോഗസ്ഥനാ, അവന് ജയിലിന്റെ അധികാരിയാ, അവന് മാന്യമായ ശമ്പളമുണ്ട്, അവന് മനോഹരമായൊരു കുടുംബമുണ്ട്, അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്നവനാണ്. അവന് താമസിക്കാൻ അവിടുത്തെ രാജാവ് കൊടുത്തിട്ടുള്ള ബംഗ്ലാവുണ്ട്, അവിടെ പരിചാരകരുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു മനുഷ്യൻ. ഒരു പ്രത്യേക നിമിഷത്തിൽ തൻ്റെ ജോലിയിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നം മറ്റൊന്നുമല്ല, തലേ രാത്രി ജയിലൊക്കെ പൂട്ടി വളരെ സന്തോഷത്തോടെ തൻ്റെ ബെഡ്റൂമിൽ പോയി താൻ കിടന്നുറങ്ങിയത്. പക്ഷേ ആ ബെഡ്റൂമിൽ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഭൂകമ്പം, ഒരു ശബ്ദമൊക്കെ കേട്ടു. ആ ഉദ്യോഗസ്ഥൻ ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ താൻ പൂട്ടിപ്പോന്ന ജയിൽ തുറന്നു കിടക്കുന്നു. താൻ വിചാരിച്ചു അതിലുള്ള ആളുകളെല്ലാവരും അവിടെ നിന്ന് പുറത്തുപോയി കാണുമെന്ന്. അങ്ങനെ പുറത്തിറങ്ങി കാണുമെന്ന് വിചാരിച്ച് താൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇതാ ഒരു മനുഷ്യൻ അവനെ വിളിച്ചു. ഉദ്യോഗസ്ഥ, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവൻ വാളെടുത്തപ്പോ, മരണത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചപ്പോ പൗലോസ് വിളിച്ചു പറഞ്ഞു, നീ നിനക്ക് തന്നെ ഒരു ദോഷവും ചെയ്യരുത്. ഉടനെ ആ ജയിലർ അവനോട് തിരിച്ചു ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? സഹോദരന്മാരെ? ഉടനെ പൗലോസ് അവന്റെ മുഖത്ത് നോക്കി, അല്പം ശക്തി സംഭരിച്ച് അല്പം ക്ഷീണം ധരിക്കുണ്ട്, എന്നാലും ദൈവകൃപയിൽ നിറഞ്ഞു പറഞ്ഞു, ഹേ ഉദ്യോഗസ്ഥ, കർത്താവായ യേശുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹേ ഉദ്യോഗസ്ഥ, ഇന്ന് രാത്രി ദൈവം നിന്നെ ചൂണ്ടി പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കൂ, നിന്റെ കുടുംബ പ്രശ്നം മാറും. നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നം അത് ഇന്ന് മാറും. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി യേശുവിന്റെ ചലിക്കുന്ന പ്രവർത്തിക്കുന്ന കരം, പരിശുദ്ധാത്മാവിന്റെ കരം ഇതിന്റെ മധ്യത്തിലുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സ്നേഹിത, നീ ആത്മഹത്യ ചെയ്യാനുള്ളവനല്ല. ഒരു പക്ഷേ നിന്റെ ഭാര്യ നിനക്കെതിരായിരിക്കാം, ഒരുപക്ഷെ നിന്റെ മക്കൾ നിനക്കെതിരായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ജീവിതം കടഭാരത്താൽ കടക്കടയിൽ അകപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അനുഭവത്തിലൂടെ പോകുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ നിന്നെ ദൈവമകനാക്കുവാൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന യേശു മാത്രമാണ് രക്ഷകനെന്ന് നിന്റെ ഹൃദയം കൊണ്ട് നീ വിശ്വസിച്ചാൽ, നീ ആരുമാകട്ടെ, നിന്റെ മതം ഏതുമാകട്ടെ, നിന്റെ കുടുംബം ഏതുമാകട്ടെ, നീ പണക്കാരനോ പാവപ്പെട്ടവനാകട്ടെ, നീ കുടിലിൽ ജീവിക്കുന്നവനാകട്ടെ, നീ ഒരുപക്ഷെ വലിയ കൊട്ടാരത്തിൽ ജീവിക്കുന്നവനാകാം, പക്ഷെ സമാധാനമില്ലാതെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും തകർന്ന് ഉടയപ്പെട്ടവനായി ഇതിന്റെ മധ്യത്തിൽ നീ ആയിരിക്കുന്നുവെങ്കിൽ നിന്നെ പണിയുന്ന ഒരു യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യ പ്രഭാഷണത്തിൽ കർത്താവിന്റെ ദാസൻ ഷാജു പാസ്റ്റർ പറഞ്ഞു, ശമരി എന്ന പട്ടണത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സ്ത്രീ യേശുവുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവൾ പോലും ഓർത്തത് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നെന്ന്. യേശു പറഞ്ഞു,
നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. അപ്പോഴാണ് അവൾ ഓർത്തത്, ജോർജ് കുട്ടി, അവറാച്ചൻ, തോമസ് കുട്ടി, സണ്ണിക്കുട്ടി, പിന്നെ പറഞ്ഞാരാ, അവറാൻകുട്ടി. 5 ഉണ്ടായിരുന്നു. കറക്റ്റാ. യേശു പറഞ്ഞപ്പോഴാണ് ഓർത്തേ. അവിടെ യേശു പറഞ്ഞു, ഇപ്പോൾ ഉള്ളവനോ നിന്റെ ഭർത്താവല്ല. തകർന്ന തരിപ്പണമായ ജീവിതത്തിൻ്റെ ഉടമയായ ശമരിയ സ്ത്രീയെ നട്ടുച്ച നേരത്ത് അവൾ വെള്ളം കോരാൻ വന്നത്. കാര്യം പകല് വരാൻ, അല്ലെങ്കിൽ രാവിലെ വൈകിട്ടോ വെള്ളം കോരാൻ വരാൻ പറ്റില്ല. ആളുകൾ അവളെ കളിയാക്കും, അതുകൊണ്ടാകാമല്ലോ. പക്ഷേ ഒരു നിമിഷം കൊണ്ട് യേശു അവളുടെ ജീവിതത്തെ പണിതിട്ട് അവൾ അടുത്ത നിമിഷം അവളുടെ ഗ്രാമത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകരക്ഷകനെ കണ്ടിരിക്കുന്നു, അത് യേശുവാണ്, നിങ്ങളും വരുവീനെന്ന് പറഞ്ഞ് അവളെ മുഴുവൻ വിളിച്ച് യേശുവിൻ്റെ അടുക്കൽ എത്തിക്കത്തക്ക രീതിയിൽ അവൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ യേശുവിനെ സാധിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയാം, നീ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് നിന്റെ ജീവിതം എന്തു തന്നെയായിരിക്കട്ടെ, യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നിനക്ക് രൂപാന്തരം സംഭവിക്കുക, നിനക്ക് മാറ്റം സംഭവിക്കുക. ഇന്ന് രാത്രി ആ മാറ്റം എനിക്ക് ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുന്ന എത്ര പേർ ഞങ്ങളെ കേൾക്കുന്നുണ്ട്? ഈ വീതികളിൽ ഇതിനകത്ത് ഇരിക്കുന്ന ആർക്ക് യേശുവിനെ ഇന്ന് രാത്രി ആവശ്യമുണ്ട്? ആ യേശുവിനെ നീ സ്വീകരിച്ചാൽ ഒന്നാമത് നിനക്ക് ലഭിക്കുന്നത്, നിനക്ക് ദൈവത്തിൻ്റെ മകനാകാൻ സാധിക്കും. രണ്ടാമത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, നിനക്കിനി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ ഒന്നാമത് ദൈവത്തിൻ്റെ മകനാകാം, രണ്ടാമത് ഇനി മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 39-ാം വാക്യം പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്തിനാണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് അവനെ സർവ്വസത്യത്തിലും വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ട് യേശു പറഞ്ഞു, ആ പരിശുദ്ധാത്മാവിനെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദാനമായി നൽകി തരാമെന്ന്. അതുകൊണ്ട് തീർന്നില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് 14-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ അവൻ പോയിരിക്കുകയാ. ഇതുവരെ സ്ഥലമൊരുങ്ങിയിട്ടില്ല. എന്താ ഈ കൊറോണ കാണിക്കുന്നത്? കർത്താവിൻ്റെ വരവടുത്തു എന്ന പകർച്ചവ്യാധി സാധാരണ ചില രാജ്യങ്ങളിലേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ 210 രാജ്യങ്ങളിലും ഒരുപോലെ ഭയപ്പെടത്തക്ക രീതിയിൽ കൊറോണയുടെ വ്യാപനം വന്നപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രവചനം ഒന്നൊന്നായി നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. കാരണം മറ്റൊന്നല്ല, ഞങ്ങളെ രക്ഷിക്കാൻ ഈ ഭൂമിയിൽ വന്ന കർത്താവ് ഇനി താമസം വിനാ അവനെ കാത്തു നിൽക്കുന്ന വൃതന്മാരെ ചേർക്കാനായി മടങ്ങി വരൂ. എന്തിനാ വരുന്നതെന്നറിയാമോ? ആരെല്ലാം അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ടുവോ അവരെ ചേർപ്പാൻ യേശു വീണ്ടും മടങ്ങി വരാൻ പോകുകയാണ്. അപ്പൊ തന്നിൽ വിശ്വസിക്കുന്നവർക്കൊന്ന് ദൈവത്തിൻ്റെ മക്കളാകാം. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നൽകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുങ്ങാൻ ഒരു സ്ഥലമൊരുക്കാൻ കർത്താവ് പോയിരിക്കുന്നു. 5-ാമതായി ലഭിക്കുന്ന അനുഗ്രഹം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെന്താ മഹത്വം? നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു മഹത്വമാക്കി തീർക്കാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തെ ദൈവം ഒരു മഹത്വമാക്കുമെന്ന്? നിന്റെ ജീവിതത്തിൻ്റെ ഇന്ന് വരെയുള്ള അവസ്ഥകൾക്ക് മാറ്റം തരാൻ പോവുക. എല്ലാവരും ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാട്ട്. നിന്റെ ജീവിതത്തെ ദൈവം ഒരു മഹത്വമാക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ യേശു ക്രിസ്തു എന്ന ഏകനാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഒരുപക്ഷെ നിരാശനായി ജീവിതത്തിലെ എല്ലാ സമസ്ത മേഖലകളിലും അടയപ്പെട്ടവനായി എന്ത് ചെയ്യണമെന്നറിയാതെ ആയിരിക്കാം ഈ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം വരുത്തുവാൻ
രൂപാന്തരം വരുത്തുവാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. എത്ര പേർക്ക് ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്? എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ അധരങ്ങളും ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന, സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും ഒരു നിമിഷം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എല്ലാ അധരങ്ങളും തുറന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്നേഹിത, നിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിന് മാത്രമേ സാധിക്കൂ. ആ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്വീകരിക്കുന്നു. ആ യേശുവിനെ കുറിച്ച് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ താല്പര്യമുള്ളവർ നിങ്ങളുടെ വലങ്കരങ്ങളൊന്ന് ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും തകർക്കപ്പെട്ടവനാണോ നീ? നിന്റെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? പുറത്തു നിൽക്കുന്നവരോട് ദയവായി മുമ്പോട്ട് വരാം. കൈ ഉയർത്തിയ പ്രിയ സ്നേഹിത മുമ്പോട്ട് വന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കൈ ഉയർത്തിയവര് ദയവായി മുമ്പോട്ട് വന്നാട്ട്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചവര് നിങ്ങളുടെ ജീവിതത്തെ മാറ്റം വരുത്തുവാൻ, ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച സഹോദരൻ മുമ്പോട്ട് വിട്ടാട്ട്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിന് ദൈവം തമ്പുരാൻ മാറ്റം വരുത്താൻ പോകുകയാ. ഹല്ലേലൂയ. നിങ്ങൾ ആരെങ്കിലും രോഗികളാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു രോഗിയാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ രോഗത്തിൽ നിന്നൊരു മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാവരും സ്വതന്ത്രം ചെയ്താട്ട്. പലരും ഇവിടെ കരങ്ങൾ ഉയർത്തുന്നുണ്ട്. അവർ മുമ്പോട്ട് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ അവിടെ തന്നെ നിന്നോ. ആരെങ്കിലും ഇനി രോഗികളാണെങ്കിൽ, എൻ്റെ രോഗത്തിൽ നിന്ന് ഒരു മാറ്റം എനിക്ക് വേണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ ഒരു മഹത്വമാക്കി തീർക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ ഒരു മാറ്റം വരുത്തുവാൻ പ്രിയ സ്നേഹിത മുമ്പോട്ട് വന്നാട്ട്. മടിച്ചു നിൽക്കണ്ട, നീ തളർന്നു പോകണ്ട, മടിച്ചു നോക്കാതെ, തളർന്നു പോകാതെ മുമ്പോട്ട് വാ. ഞാനൊരു രോഗിയാണ്, എനിക്കൊരു മാറ്റം വേണം, എൻ്റെ രോഗത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കൂ എന്ന് വിശ്വസിക്കുന്നവർ ദയവായി കരങ്ങളൊന്ന് ഉയർത്തിയാട്ട്. ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദയവായി മുമ്പോട്ട് വന്നാട്ട്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സ്വതന്ത്രം ചെയ്ത് പ്രാർത്ഥിച്ച ഏതെങ്കിലും രോഗികൾ ഇവിടെ ഉണ്ടെങ്കിൽ, അല്ല ഒരു പ്രാർത്ഥനാ വിഷയം എനിക്കുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരു പക്ഷേ മുമ്പോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തൊന്ന് കരങ്ങളൊന്ന് ഉയർത്താമോ? നിങ്ങളുടെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഈ സമയത്ത് ദൈവദാസന്മാർ ഈ പ്രിയ മക്കൾക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ വെച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ട്. അവിടെ നിൽക്കുന്നവർ സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാനത്തിൻ കീഴേ ഭൂമി മീതെ വാനവനേശു നാമമേ. വാനത്തിൻ കീഴേ ഭൂമി മീതെ വാനവനേശു നാമമേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴ്വിൻ താളെല്ലാം ഭാരത്തോടെ നീ കഴിക്കുകയോ? വാഴ്വിൻ താളെല്ലാം ഭാരത്തോടെ നീ കഴിക്കുകയോ? വന്നൂടൻ പാപം ചേർന്നിടുന്നേ, നിന്നിൽ ചേർന്നിടുന്നേ. വന്നൂടൻ പാപം തേടിടുന്നേ, അതുകൊണ്ട് വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഓ വരുവീൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീട്